പാലക്കാട് ജില്ലയിലും ഏക്കർ കണക്കിന് ഭൂമിയിൽ വഖഫ് അധിനിവേശം. ജില്ലയിൽ 2219 എണ്ണം വഖഫ് സ്വത്തുക്കൾ ഉണ്ടെന്നാണ് വഖഫ് ബോർഡ് അവകാശപ്പെടുന്നത്. മുനിസിപ്പാലിറ്റിയിലെ കണ്ണായ സ്ഥലങ്ങൾ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ മേഖലകളിലും വഖഫ് ഭൂമികൾ ഉണ്ടെന്നാണ് വഖഫ് ബോർഡ് പറയുന്നത്. ഓരോ ദിവസവും പുത്തൻ വഖഫ് അധിനിവേശത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീരദേശ മേഖലയായ മുനമ്പത്ത് വഖഫ് അധിനിവേശം മൂലം 600-ലധികം കുടുംബങ്ങൾ കുടിയിറക്ക ഭീഷണി നേരിടുന്ന സമയത്തായിരുന്നു ചാവക്കാടും വയനാടും കോഴിക്കോടും മലപ്പുറത്തുമെല്ലാം മറ്റ് വഖഫ് ഭീഷണിയുടെ വാർത്തകൾ പുറത്തു വന്നത്. പാലക്കാടും സമാനമായ സാഹചര്യമാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. പാലക്കാട്, ഒറ്റപ്പാലം, ചിറ്റൂർ, ആലത്തൂർ, മണ്ണാർക്കാട് എന്നീ 5 സബ് ഡിസ്ട്രിക്റ്റുകളിലെ 2219 കേന്ദ്രങ്ങളിൽ സ്വത്തുക്കളുണ്ടെന്നാണ് വഖഫ് ബോർഡ് പറയുന്നത്. പാലക്കാട് സബ് ഡിവിഷനിൽ 310, ഒറ്റപ്പാലം സബ് ഡിവിഷനിൽ 255, ചിറ്റൂരിൽ 300, ആലത്തൂരിൽ 429, മണ്ണാർക്കാട് 917 എന്നിങ്ങനെയാണ് കണക്ക്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം 110 സ്വത്തുവകകളുണ്ടെന്നും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പിരായിരി, മാത്തൂർ, കണ്ണാടി എന്നിവിടങ്ങളിൽ 84 സ്വത്തുക്കൾ തങ്ങളുടേതാണെന്നാണ് വഖഫ് ബോർഡിന്റെ വാദം. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് വഖഫ് ബോർഡിന്റെ അവകാശവാദം. നടക്കന്തറ, നൂറണി, വലിയങ്ങാടി, കൊപ്പം, പിരായിരി, കിണാശ്ശേരി, കൊടുന്തുരപ്പള്ളി, കാവിൽപ്പാട്ട്, കല്ലേക്കാട്, യാക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ അനവധി പ്രദേശങ്ങൾ തങ്ങളുടെ കീഴിലാണെന്ന് വഖഫ് ബോർഡ് പറയുന്നു. വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്ന വാംസി വെബ്സൈറ്റിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ജനം, പാലക്കാട്.